പുതിയ വർഷത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പുതിയ പ്രകാശനത്തിലും പുതിയ ആത്മീക സമർപ്പണത്തിലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കർത്താവിനോട് അടുത്ത് ജീവിക്കാൻ കർത്താവ് കൃപ ധാരാളമായിട്ട് നമുക്ക് നൽകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ലളിതവും വളരെ കൂടുതൽ പ്രാവശ്യം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. അതുപോലെ തന്നെ ദൈവശാസ്ത്രപരവും പ്രായോഗിക ജീവിതപരവുമായി ധാരാളമായി ഗുണപാഠങ്ങൾ നൽകുന്ന ഒരു സുവിശേഷം കൂടിയാണ് യോഹന്നാന്റെ സുവിശേഷം. നമുക്കെല്ലാം അറിയാവുന്ന സുവിശേഷമായതുകൊണ്ട് അതിൽ നിന്ന് പഠനത്തിന് വേണ്ടി അതിനെ ഒന്ന് വിഭജിച്ച് പ്രധാന പോയിന്റുകൾ മാത്രം പങ്കുവെച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. 10 വരെയുള്ള അധ്യായങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെറിയൊരു ബ്രേക്ക് എടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും പ്രയോജനമാണ്, പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതും ചിന്തിക്കുന്നതും. അതുകൊണ്ട് ഇന്ന് കുറച്ച് സ്പീഡിൽ പോകും, എങ്കിലും എല്ലാ വിഷയങ്ങളും കവർ ചെയ്ത് പോകാം എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടതായ വിഷയം, യേശുക്രിസ്തു നല്ല ഇടയൻ, ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ വിശ്വാസികളും കർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെ എന്നതാണ് 10-ാം അധ്യായം പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയം. 10-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ആടുകളുടെ വാതിൽ ആകുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അതിൽ നിന്ന് വിശ്വാസികൾക്ക് കർത്താവ് ഒരുക്കുന്ന രക്ഷയും സംരക്ഷണവും പരിചരണവും, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിനകത്തുള്ളത്. രക്ഷ, സംരക്ഷണം അല്ലെങ്കിൽ സാൽവേഷൻ, പ്രൊട്ടക്ഷൻ, നറിഷ്മെന്റ് അല്ലെങ്കിൽ പരിചരണം, കെയർ ടേക്കർ ആയിട്ട് എന്ന് പറഞ്ഞാൽ വാതിലായിട്ട് കർത്താവ് ഇരിക്കുന്നത് കൊണ്ട് ഈ കൂടാരത്തിനകത്തേക്ക് ആടുകൾക്ക് വരണമെങ്കിൽ കർത്താവിലൂടെയാണ് അകത്തേക്ക് പോകുവാനായിട്ട് പറ്റുകയുള്ളൂ. ശത്രുക്കൾ ഈ കൂടിനകത്തേക്ക് കയറണമെങ്കിലും കർത്താവിനെ കടന്ന് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അത് കർത്താവ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിലത്തെ ഗുണപാഠം. കർത്താവ് നമുക്ക് വേണ്ട സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ്. അതിന്റെ 11-ാം അധ്യായം തൊട്ട് 21-ാം അധ്യായം വരെ, 21-ാം വാക്യം, 11-ാം വാക്യം തൊട്ട് 21-ാം വാക്യം വരെ ഉള്ള പോർഷനാണ് ഇന്ന് നമ്മൾ പ്രാരംഭമായിട്ട് ചിന്തിക്കുന്നത്. യേശു ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് യേശു കർത്താവ് പറയുന്നു. അപ്പോൾ ഈ നല്ല ഇടയൻ എന്നുള്ള ആശയം, കർത്താവ് നല്ല ഇടയനാണ്, വിശ്വാസികളും കർത്താവ് ഇടയ ശുശ്രൂഷ വിശ്വാസികളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ വിശ്വാസികൾക്കും ഇടയ ശുശ്രൂഷയുണ്ട് എന്നുള്ള വിഷയം നമുക്കറിയാം. മൂപ്പന്മാരെ മാത്രം ഉദ്ദേശിച്ചാൽ ഇടയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പരിപാലന വരം, അത് വിശ്വാസികൾക്ക് പരസ്പരം ചെയ്യുക. സഭയിലും ഇടയന്മാരുണ്ട്. വിശ്വാസികൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളുടെ ഇടയന്മാരാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള ഗുണപാഠങ്ങളാണ് നല്ല ഇടയൻ എന്ന പ്രസ്താവനയിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ യോഹന്നാൻ ഈ വിഷയം എഴുതി വരുമ്പോൾ ദൈവാത്മാവിൽ താൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം, ഇത് വായിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ പ്രാധാന്യം നന്നായിട്ട് മനസ്സിലാകണം. അതുകൊണ്ട് പല വിഷയങ്ങളും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് 3-4 വാക്യങ്ങളിൽ പറഞ്ഞ വിഷയം തന്നെ വീണ്ടും 12-13 വാക്യങ്ങളൊക്കെ പിന്നെ എടുത്തു പറയുന്നു. അതിന് കാരണം അത് ആവർത്തന വിരസത ഉണ്ടാക്കുന്ന വിഷയമല്ല, മറിച്ച് നമ്മൾ ആ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം എന്നതുകൊണ്ട് അങ്ങനെ ആവർത്തിച്ച് പറയുന്നതാണ്. ഒരു നല്ല ഇടയൻ എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കർത്താവായ യേശുക്രിസ്തു. അതാണ് നല്ല ഇടയൻ എന്ന ആ ഒരു പ്രസ്താവനയിൽ നമുക്ക് സമ്മറി ആയിട്ട് എടുക്കുവാനായിട്ട് കഴിയുന്നത്. ഒരു നല്ല ഇടയൻ അല്ലെങ്കിൽ ഒരു ഇടയൻ എങ്ങനെ ആയിരിക്കണം എന്നതിലെ പെർഫെക്റ്റ് മോഡൽ അല്ലെങ്കിൽ തികവുള്ള ഒരു ദൃഷ്ടാന്തമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്ക് പറയാം. ഒരു ഇടയൻ എങ്ങനെ ആയിരിക്കണം. അപ്പോൾ മൂപ്പന്മാര് ആയിട്ട് എന്നെ കേൾക്കുന്നവരായിട്ടുള്ളവരുണ്ടെങ്കിൽ സുവിശേഷന്മാരും മൂപ്പന്മാരും സുവിശേഷന്മാരുടെയാണ് സുവിശേഷന്മാര്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന വിഷയം, എൻ്റെ പെർഫെക്റ്റ് മോഡൽ എൻ്റെ കർത്താവാണ്. ആ കർത്താവ് എന്തൊക്കെയാണ് ഒരിടയൻ എന്നുള്ള നിലയിൽ കാണിച്ചു തന്നത്. ഈ 10-ാം അധ്യായം എല്ലാ ദിവസവും രാവിലെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്, മൂപ്പന്മാരും സുവിശേഷന്മാരൊക്കെ. കാരണം നമ്മൾ ദൈവജനത്തെ പരിപാലിക്കുമ്പോൾ നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവാണ് ഷെപ്പേഡിങ്ങിന്റെ പെർഫെക്റ്റ് മോഡൽ. ഇടയ ശുശ്രൂഷയുടെ
പെർഫെക്റ്റ് മോഡൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതാണ് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന വാക്കിന്റെ പ്രാക്ടിക്കൽ, നമ്മോടുള്ള ബന്ധത്തിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ലെസൺ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അവിടെ കർത്താവ് ആദ്യമായിട്ട് പറയുന്ന വിഷയം 11-ാം വാക്യം, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. കർത്താവ് ആദ്യം ഞാൻ നല്ല ഇടയനാന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്ന വിഷയം, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോൾ ആടുകളോടുള്ള ബന്ധത്തിൽ ഇടയന്റെ മനോഭാവം, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ തക്കതായിരിക്കുന്ന ഒരു ബന്ധം ആടുകളുമായിട്ട് ഇടയനുണ്ടായിരിക്കണം. ഇപ്പൊ കർത്താവിന്റെ രക്ഷാവേലയെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. രക്ഷാവേലയെ കുറിച്ച് മാത്രമല്ല, കർത്താവ് നമ്മൾ വായിച്ചു, രക്ഷയുണ്ട്, സംരക്ഷണമുണ്ട്, പരിപാലനമുണ്ട്. ഈ 3 കാര്യങ്ങളും ഇടയൻ. നമ്മൾ വായിക്കുന്ന കർത്താവ് പറയുന്നുണ്ട്, ഒരുവന് 100 ആടുണ്ടായിട്ടും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ 99 വിട്ടേച്ചിട്ട് നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി അന്വേഷിച്ച്, ഈ അന്വേഷിച്ച് നടക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഈ പിള്ളേരൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ഒരു പരാക്രമം, ഒരു വെപ്രാളത്തോടു കൂടി ഒരു അന്വേഷണം, ലഭ്യമായ എല്ലാ സോഴ്സിലൂടെയും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ എന്ത് ചെയ്യും, ലഭ്യമായ എല്ലാ സോഴ്സിലൂടെയും അവരെ അന്വേഷിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ സൊസൈറ്റി കാണുന്ന ഒരു വിഷയം. ഒരാടിനെ വളർത്തുന്ന ഒരു വ്യക്തിക്ക് ഒരാട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ 99 ഒരു സേഫിൽ ഏരിയയിലാക്കി വെച്ചിട്ട് ഈ ഒന്നിനെ അന്വേഷിച്ച് പോവുകയാണ്. ഈ പോകുന്ന പോക്കിന് വേണ്ടി കർത്താവ് ചെയ്യുന്ന 1-2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ആടിന് വേണ്ടി തൻ്റെ പ്രാണനെ കൊടുക്കുന്നു, അല്ലെ തൻ്റെ ജീവൻ കൊടുക്കുന്നു. 4 പ്രാവശ്യം കർത്താവ് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. 11-ാം വാക്യം, 15-ാം വാക്യം, 17-ാം വാക്യം, 18-ാം വാക്യം. 11-ാം വാക്യം, 15-ാം വാക്യം, 17, 18 വാക്യങ്ങൾ. അത് ഈ അധ്യായത്തിൽ തന്നെ വാക്യങ്ങളാണ്. ഈ 4 ഭാഗത്തും കർത്താവ് എടുത്ത് പറയുന്ന പ്രത്യേകമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇടയന്റെ പ്രത്യേകത, ഇടയൻ ആടുകളെ കുറിച്ച് അത്രയും കരുതലുള്ള ഒരു വ്യക്തിയാണ്. അതിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോഴാണ് അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ എല്ലാ വശവും ചേർത്താണ് പറഞ്ഞു പോകുന്നത്. അടുത്ത വാക്ക് വായിക്കുന്നത്, ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു, ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. അപ്പോൾ ഇടയ ശുശ്രൂഷയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന വിഷയം, എൻ്റെ മനോഭാവം, ഇടയൻ എന്നുള്ള നിലയിൽ ഇടയ ശുശ്രൂഷ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മനോഭാവം എന്താണ്? നമുക്കറിയാം, നമുക്കെല്ലാം പ്രതിഫലം ഉണ്ട്. കൂലിക്കാണല്ലോ പണിയുന്നത്, നമുക്കൊക്കെ പ്രതിഫലം ക്രിസ്തുവിന്റെ ന്യായസനത്തിൽ ഉണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്ന ഒരു വിഷയം, കൂലിക്കാരന് അവൻ ഇടയ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇന്ന് കൂലിക്ക് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് വരും, 4 മണിയാവുമ്പോൾ പതുക്കെ അവൻ പണിയായതൊക്കെ പതുക്കെ വർക്കൊക്കെ സ്ലോപ്പ് ചെയ്ത് 4:30 ആകുമ്പോഴത്തേനും പണിയായതൊക്കെ കഴുകി തുടങ്ങി കൃത്യം 4:55 ആകുമ്പോൾ പണി സൈറ്റിൽ നിന്ന് അവൻ പോകും. അവൻ അതിൽ കവിഞ്ഞ് ഉത്തരവാദിത്വമില്ല. എന്നാൽ ഒരു വീട്ടിൽ നിൽക്കുന്ന ദാസനാണെങ്കിലോ, അവൻ പണിയെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് താൻ ഓവർ ടൈം എടുത്താലും അത് അവന്റെ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞു, പക്ഷെ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ നല്ല ഇടയനാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഞാൻ കൂലിക്ക് ചെയ്യുന്ന പരിപാടിയല്ല. അവിടെ പറയുന്നത് അത് സ്നേഹത്തോടെ ചെയ്യുന്ന ഒന്നാണ്. പ്രതിഫലം ഇച്ഛിച്ച് ചെയ്യുന്ന ഒരു ഇടയ ശുശ്രൂഷയല്ല, മറിച്ച് സ്നേഹത്തോടെ ചെയ്യുന്ന ഇടയ ശുശ്രൂഷ. ഈ സ്നേഹം 2 തലത്തിലുണ്ട്. ഒന്ന്, കർത്താവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ കർത്താവ് താഴെ പറയുന്നുണ്ട്, പിതാവാണ് എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തോടുള്ള സ്നേഹവും പിതാവ് ഏൽപ്പിച്ച ആടുകളോടുള്ള സ്നേഹവും, ഈ 2 ഘടകങ്ങൾ കൂടി ചേർന്നതാണ് ഈ സ്നേഹബന്ധം എന്ന് പറയുന്നത്. ആടുകളെ നാം സ്നേഹിച്ചാൽ ആടുകൾ തിരിച്ചും നമ്മളെ സ്നേഹിക്കും. ആടുകളെ ദ്രോഹിച്ചാൽ തിരിച്ചും ദ്രോഹിക്കും. ഇത് പ്രാക്ടിക്കലായിട്ട് അറിയാവുന്നത്. ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ അനുസരിക്കാതെ അവർ ജീവിക്കും. സഭയിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. നമ്മൾ ആടുകളെ സ്നേഹത്തോടെ, നമ്മൾ ചെന്നൊരു ഞാൻ മൂപ്പനാണ്, എന്നെ അനുസരിക്കണമെന്ന് നമ്മൾ ഏതെങ്കിലും വിശ്വാസിയോട് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ അനുസരിക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പൊ സ്കൂളിലെ അധ്യാപകനാണെങ്കിൽ ഞാൻ അധ്യാപകനാണ്, നിങ്ങൾ എല്ലാവരും എന്നെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ പേടി കൊണ്ട് കുറച്ചൊക്കെ അനുസരിക്കും. പക്ഷെ അതിനുള്ളിൽ ഒരു ബഹുമാനം ഉണ്ടാകത്തില്ല, സ്നേഹം ഉണ്ടാകത്തില്ല. എന്നാൽ അവരെ സ്നേഹത്തോടെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരു പിതാവ് എന്നുള്ള നിലയിൽ സ്നേഹത്തോടെ, അതിനകത്ത് ശിക്ഷണവും കാര്യങ്ങളും വഴക്ക് പറച്ചിലും ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹം അടിസ്ഥാനപ്പെട്ട് ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ബഹുമാനത്തോടു കൂടിയ വിധേയത്വം. അപ്പോൾ ഇവിടെ കർത്താവ് പ്രധാനമായിട്ട് പറയുന്ന വിഷയം, ഞാൻ സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഇവിടെ പറയുകയാണ്, കൂലിക്കാരൻ
അവൻ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആടുകളെ വിട്ടിട്ട് അവന്റെ പണി നോക്കും. ഞാൻ അങ്ങനെയല്ല, ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പൊ കർത്താവിന് വിശ്വാസികൾ, നമുക്കറിയാം ഇവിടെ ആടെന്നുള്ളത് കർത്താവ് ആലങ്കാരിക പ്രയോഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് കർത്താവിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരോടും ക്രിസ്തു ശിഷ്യന്മാരോടും പിന്നീട് സഭയോടുള്ള ബന്ധത്തിലുമാണ് കർത്താവ് ഈ വിഷയം ചേർത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവ് വിശ്വാസികളെ എങ്ങനെയാണ് കാണുന്നത്? കർത്താവ് സ്നേഹത്തോടെ കാണുന്നു. നമ്മൾ സഭ പരിപാലിക്കുമ്പോഴും സുവിശേഷ വേല ചെയ്യുമ്പോഴും വിശ്വാസികളോട് ഇടപെടുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ അവരെ പരിപാലിച്ചാൽ നമുക്ക് തിരിച്ച് ബഹുമാനത്തോടു കൂടിയുള്ള അനുസരണം കിട്ടും. അതാണ് കർത്താവ് വെച്ചിരിക്കുന്ന പ്രോട്ടോകോൾ. അത് നിസ്സാരമല്ല. അത് പറഞ്ഞത് പ്രാണത്യാഗം ആവശ്യമായി വരുന്ന ഒരു ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ. അതിന്റെ ഗൗരവം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അതൊരു അധ്യക്ഷ സ്ഥാനമാണ്. അത് ഇടയ ശുശ്രൂഷയുടെ ഒരു തലമാണ്. എന്നാൽ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് ആടുകളെ സെർവ് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ ആക്കി വെക്കുന്ന കൃപാവരങ്ങളോട് കൂടിയ ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ. ഇവിടെ കർത്താവ് ഇടയനായിട്ട് വരുമ്പോൾ, കർത്താവ് അതിന്റെ 18ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വിഷയം, ആടുകൾ, ഒന്നാമത്തെ വിഷയം പറഞ്ഞാൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അതിൽ ഒന്നാമത്തെ വിഷയം സ്വന്തം ഇഷ്ടപ്രകാരമാണ് കർത്താവ് പ്രാണത്യാഗം ചെയ്യുന്നത്. അവിടെ 18ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണനെ ആരും എന്നിൽ നിന്ന് എടുത്തു കളയുന്നതല്ല, ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ സ്വമനസാൽ, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ കൊടുക്കുന്നു. അവിടെ പറഞ്ഞാൽ കർത്താവ്, നിങ്ങൾ കൊടുക്കുമ്പോൾ സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും വരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സാമ്പത്തിക കൂട്ടായ്മ കൊടുക്കുന്നതിനുള്ള ബന്ധത്തിലാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. കൃപാവര ശുശ്രൂഷ, സഭയിൽ എന്ത് ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം, പൗലോസ് പറയുന്നുണ്ട്, സുവിശേഷം അറിയിക്കുവാനായിട്ടുള്ള നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ആരാണ്ട് ഫോഴ്സ് ചെയ്യുന്നു എന്നുള്ളതല്ല, തൻ്റെ സുവിശേഷം സംബന്ധിച്ച് തൻ്റെ മനോഭാവത്തെയാണ് പൗലോസ് അവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുകയാണ്, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാനായിട്ട് ഞാൻ വന്നു, എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും കുറിക്കൊള്ളേണ്ടതായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, കർത്താവ് എത്രമാത്രം ഓരോ വിശ്വാസിയും അല്ലെങ്കിൽ എന്നെ, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് എത്രമാത്രം സ്നേഹിക്കുന്നു. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, നമ്മളെ രക്ഷിക്കുവാനായിട്ട്, നമ്മളെ നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് കർത്താവ് സ്വന്തം ഇഷ്ടത്താൽ തൻ്റെ പ്രാണനെ ക്രൂശന്മയാഗമാക്കി തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾക്കുള്ള ഉത്തരവാദിത്വം എന്താ? കർത്താവ് സ്വന്തം പ്രാണനെ കൊടുത്ത് വീണ്ടെടുത്ത വിശ്വാസികളെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ പരിപാലിക്കുന്ന ഒരു അനുഭവം മാനുഷിക ഇടയന്മാർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എന്നതാണ് കർത്താവ് തരുന്ന ആ പെർഫെക്റ്റ് മോഡൽ അല്ലെങ്കിൽ മാതൃക എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം, അത് പ്രായശ്ചിത്തയാഗമാണ്. 15ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു, ആടുകൾക്ക് വേണ്ടി കൊടുക്കുന്നു. കർത്താവ് ആദ്യം പറഞ്ഞ വിഷയം സ്വമനസ്സാൽ കൊടുക്കുന്നു, രണ്ടാമത്തേത് ആടുകൾക്ക് വേണ്ടി കൊടുക്കുന്നു, അത് പ്രായശ്ചിത്തമാണ്. നമ്മൾ 2 കൊരിന്ത്യർ 5:21 വരുമ്പോൾ, അവൻ പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. 1 യോഹന്നാൻ 2:2 വരുമ്പോൾ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അപ്പോൾ കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് പ്രായശ്ചിത്ത മരണമാണ്. 2 കൊരിന്ത്യർ 5:21, 1 യോഹന്നാൻ 2:2. അപ്പോൾ ഇവിടെ കർത്താവ് ആദ്യം പറഞ്ഞ വിഷയം, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ വിഷയം, നല്ല ഇടയന്റെ അടുത്ത ഗുണം എന്ന് പറയുന്നത് ആടുകളെ വ്യക്തിപരമായി അറിയുന്നു. ഇത് ഓൾറെഡി നമ്മൾ 3ാം വാക്യത്തിൽ കണ്ടതാണ്. അവിടെ നല്ല ഇടയന്റെ പൊതുവായ സവിശേഷത അവിടെ പറഞ്ഞതിന് ശേഷം കർത്താവ് തന്നോട് ബന്ധപ്പെടുത്തി പറയുകയാണ്. അതിന്റെ 14ാം വാക്യം, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്പാരിസൺ കർത്താവ് പറയുന്നത്? പിതാവായ ദൈവം പുത്രനെ എങ്ങനെ അറിയുന്നുവോ, പുത്രൻ പിതാവിനെ എങ്ങനെ അറിയുന്നുവോ, അവർ തമ്മിലുള്ള ഇന്റിമസി, അവർ തമ്മിലുള്ള ഐക്യത, ഏകീഭാവം, അത് എങ്ങനെയാണോ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്ത വിഷയം ഇതാണ്. കർത്താവ് നമ്മളെ അറിയുന്നുണ്ട്. നമുക്ക് കർത്താവിനെ അറിയാമോ? നമുക്ക് കർത്താവിനെ അറിയാമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആയിരിക്കില്ല. നമ്മൾ പലപ്പോഴും അറിയാമെന്ന് ഭാവിക്കുന്നവരാ, പ്രത്യേകിച്ച് ബ്രദറുകാര്. പെർഫെക്റ്റ് ആയിട്ട് എല്ലാം അറിയാമെന്ന ചിന്ത, പക്ഷെ അങ്ങനെയൊന്നുമില്ല. കർത്താവിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കിയാൽ നമ്മുടെ ഒന്നും ജീവിതം ഇങ്ങനെ ആയിരിക്കില്ല. ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, ആ ഇന്റിമസി എന്ന് പറഞ്ഞാൽ
പരസ്പരം അറിയുക. കർത്താവ് നമ്മളെ അറിയുന്നത് പോലെ തന്നെ നാമും നമ്മുടെ കർത്താവിനെ അറിയണം. അവിടെ പറയുന്നത് അതിന്റെ നമ്മൾ 3-ാം വാക്യത്തിൽ വായിച്ചത്, അവൻ പേര് ചൊല്ലി വിളിക്കുന്നു, പുറത്തേക്ക് കൊണ്ടുപോകുന്നു, തീറ്റി കൊടുക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. പേരായി അറിയുന്ന ഒരു അനുഭവം. അപ്പൊ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പേരായി അറിയുന്നു. നമുക്കും കർത്താവിന്റെ പേരെ യേശു ക്രിസ്തു, കർത്താവ്, ലോക സാധ്യത, തിയോളജി മുഴുവൻ നമുക്കറിയാം. പക്ഷെ കർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധം, ആ അറിവ് ബുദ്ധിമണ്ഡലത്തിൽ, തലച്ചോറിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണോ? അത് ഹൃദയത്തിൽ പറ്റിച്ചേർന്നിട്ടുണ്ടോ? ഒരു ഇന്റിമസി, ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ നിന്ന്, ആഴത്തിൽ നിന്നൊരു ഹൃദ്യമായ ബന്ധം. ആ ഹൃദ്യമായ ബന്ധത്തിലാണ് ഉത്തരവാദിത്വങ്ങൾ, സ്നേഹം എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ നയിക്കുന്നതും കർത്താവിനാൽ നയിക്കപ്പെടുന്നതുമായിരിക്കുന്ന അനുഗ്രഹിത അനുഭവം ഉണ്ടാകുന്നത് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലൂടെയാണ്. അത് ബുദ്ധിപരമായിട്ട് ഉണ്ടാകേണ്ട ഒരു വിഷയമല്ല. 26-27 വാക്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുന്ന വിഷയം എൻ്റെ ആടുകൾ. കാരണം കർത്താവ് കൃത്യമായിട്ട് എൻ്റെ കൂട്ടത്തിൽ അല്ലാത്ത ആടുകൾ വേറെയുണ്ട്. എന്നാൽ കർത്താവിനെ അറിയുന്ന ആടുകൾ, കർത്താവിന്റെ ആടുകൾ എന്ന് പറഞ്ഞാൽ ദൈവജനം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, വിശ്വാസികൾ എന്ത് ചെയ്യുന്നു? അവർ കർത്താവിന്റെ ശബ്ദം അറിഞ്ഞ് കർത്താവിനെ അറിയുവാൻ ഇടയാകുന്നു. ഹോശേയ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമ്മളോടുള്ള ബന്ധത്തിൽ, പഴയ നിയമത്തിലാണ് വിഷയം പറയുന്നത്, എന്നാൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ കൃത്യമായിട്ട് അവിടെ ഒരു കൽപ്പന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക. അപ്പൊ നമുക്ക് ദൈവത്തെ അറിയുക, പക്ഷേ ഈ ദൈവത്തെ ആഴമായി അറിയുവാൻ, അടുത്തറിയുവാൻ നമുക്കൊരു ഉത്സാഹം ഉണ്ടാകണം, നമുക്കതിനൊരു ആകാംക്ഷ ഉണ്ടാകണം. അത് വ്യക്തിപരമായ വിഷയം. ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ കർത്താവിനെ അടുത്തറിയുവാനായിട്ടൊരു ഉത്സാഹം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ വിഷയം നമ്മൾ കണ്ടത്, അവൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. രണ്ടാമത്തെ വിഷയമായിട്ട് കണ്ടത്, നല്ല ഇടയൻ ആടുകളെ വ്യക്തിപരമായി അറിയുന്നു, ആടുകളെ അറിയുന്നു, ആടുകളും തിരിച്ചറിയുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നു. നമുക്കറിയാം, നമ്മൾ മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന, നമ്മൾ വിളിക്കുന്ന ടോൺ, ആ വിളിക്കുന്ന ടോണിന് വ്യത്യാസമുണ്ട്. അത് ആ മൃഗങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമ്മുടെ കർത്താവ് നമ്മളോട് സ്നേഹത്തോടെ പറയുന്ന വാക്കുകൾ, പ്രബോധനമായിട്ട് പറയുന്ന വാക്കുകൾ, ശാസനയായിട്ട് പറയുന്ന വാക്കുകൾ, തർജനമായിട്ട് പറയുന്ന വാക്കുകൾ, അതുപോലെ വേർതിരിച്ചറിയുവാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടോ? അരുത് എന്ന് പറഞ്ഞാൽ അരുത് എന്നും, അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല എന്നും മനസ്സിലാക്കുവാനുള്ള വിധേയത്വം, ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് നമുക്കുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യം. കർത്താവ് പറയുക, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. അനുഗമിക്കുന്നു ശിഷ്യന്മാരായി, ഡിസൈപ്പിൾഷിപ്പ്, നമ്മളതിന് വലിയ ബ്രാഞ്ചായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ ശിഷ്യത്വം ചേർന്ന് നടക്കുക, ഗുരുവിനെ മനസ്സിലാക്കി പിന്നാലെ അനുഗമിക്കുന്ന ഒരു അനുഭവം, അതിനാണ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുക. അപ്പൊ കർത്താവിനെ ഇടയനെ ആടുകൾ അനുഗമിക്കുന്നത് പോലെ കർത്താവിനെ വിശ്വാസികൾ മനസ്സിലാക്കി കർത്താവ് എന്താണ് പറയുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് പിൻഗമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. അതാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്ന വിഷയം. മൂന്നാമത്തെ വിഷയം, തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളുമുണ്ട്. 10-ാം അധ്യായം 16-ാം വാക്യം കർത്താവ് പറയാണ്, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. കർത്താവ് വീണ്ടും ആ വിഷയം എടുത്തു പറഞ്ഞിട്ട് 16-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. സഭയെക്കുറിച്ചുള്ള മറ്റൊരു പ്രവചന ഭാഗമായത്. ഇത് പറയുന്ന ജാതികളെ കുറിച്ചാണ്. എൻ്റെ ആടുകൾ ഇവിടുന്ന് ആദ്യം പറഞ്ഞ യഹൂദന്മാരെ കുറിച്ചാണ്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ എന്ന് പറയുന്നത് യഹൂദന്മാരല്ലാത്ത ആളുകളെ കുറിച്ചാണ്. ആ ആടുകളും എനിക്കുണ്ട്. ഇവിടെ നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിലാണ് സഭ സ്ഥാപിക്കപ്പെടുന്നത്. എന്നാൽ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലും കർത്താവ് ഇതേ വിഷയം പറഞ്ഞു. ഇവിടെയും പറയുകയാണ്, യോഹന്നാന്റെ അടുത്ത വരുമ്പോൾ ഈ തൊഴുത്തിൽ, അതായത് ഈ യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത വേറെ ഒരു കൂട്ടം ആടുകൾ കൂടി എനിക്ക് വേണ്ടിയുണ്ട്. ഞാൻ വേർതിരിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത്? ആടുകൾക്ക് വേണ്ടി ഞാൻ, അവിടെയും പ്രിൻസിപ്പിൾ ഒന്നാണ്. ആടുകൾക്ക് വേണ്ടി ഞാൻ, യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, യവനന്മാർക്ക് വേണ്ടി കൂടി, യഹൂദന്മാരല്ലാത്തവർക്ക് വേണ്ടി കൂടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുന്നു. കർത്താവ് വളരെ കൃത്യമായിട്ട് ആ വാക്ക് പറയുകയാണ്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്തവയും ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. കൊലോസ്യ ലേഖനം 3:11 വരുമ്പോൾ ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആവുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് മുമ്പുള്ള വാക്ക്, യഹൂദനെന്നോ യവനനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ ഭേദമില്ല,
ക്രിസ്തു എത്ര എല്ലാവരിലും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പ്രായശ്ചിത്ത മരണം അല്ലെങ്കിൽ രക്ഷാവേല എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. ഇന്ന് ക്രിസ്തീയ സഭയിൽ യഹൂദന്മാരെ പോലെ തന്നെ ഇതര ജാതികളും ഒരേ ആടുകളായി ചേർന്ന് വരികയാണ്. ആ ശുശ്രൂഷയെ, ആ സംഭവത്തെ, ആ കാര്യത്തെ കർത്താവ് ഇവിടെ മുൻകൂട്ടി ഈ തൊഴുത്തിൽ, അതായത് യഹൂദന്മാരല്ലാത്ത ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ പരിപാലിക്കേണ്ടതാകുന്നു, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. 16 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് അവ എൻ്റെ ശബ്ദം കേൾക്കും. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു വിഷയം. ഇവിടെ കർത്താവ് യഹൂദന്മാരോടും പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെയാണ് സംസാരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളും അവ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ അനുഗമിക്കും. അത് കർത്താവ് മുൻകൂട്ടി പറയുന്ന ഒരു രംഗം. ഒന്ന് ചിന്തിച്ചു നോക്കിയ, യഹൂദനായി വന്ന കർത്താവിന്റെ രക്ഷാവേലയിൽ തന്നെ പിതാവ് ഏൽപ്പിച്ച രക്ഷാ ദൗത്യത്തിൽ പുറംജാതികളെ കൂടി ചേർത്തുകൊണ്ട് കർത്താവ് ഒരേ നിലയിൽ പരിപാലിക്കുക. ദൈവസഭയിൽ വിശ്വാസികളെ നമ്മൾ പരിപാലിക്കുമ്പോൾ അവരുടെ സൗന്ദര്യം, കളറ്, പണം, ജോലി, സ്വാധീനം, സ്റ്റാറ്റസ്, ഇതൊക്കെ നോക്കിയല്ല നാം പരിപാലിക്കേണ്ടത്. മെച്ചമായ ആടിനെയും ബലഹീനമായ ആടിനെയും ഒരുപോലെ ചേർത്ത് പരിപാലിക്കുന്ന ഒരു അനുഭവം മൂപ്പന്മാർക്ക് ഉണ്ടാകണം. ഇന്ന് പല സഭകളിൽ പിന്നതയും പ്രയാസം ഉണ്ടാകുന്നതിന് കാരണം ഇതിവിടെ മാത്രമല്ല, ഇത് മനുഷ്യ സഹജമാണ്. സാമൂഹികമായ ഡിസ്ക്രിമിനേഷൻ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ വരുമ്പോൾ വിധവമാരെ പരിചരിക്കുന്നില്ല എന്ന് പറഞ്ഞ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ അവിടെ പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ അവിടെ കർത്താവ് വെച്ചിരുന്ന വ്യവസ്ഥ എന്തായിരുന്നു? ദൈവാത്മ നിറവുള്ള, കൃപയുള്ള, വചനപരിജ്ഞാനമുള്ള, ആത്മനിറവുള്ള ശുശ്രൂഷകന്മാർ അവരെ ശുശ്രൂഷിക്കട്ടെ. അപ്പോൾ ദൈവകൃപയോടുകൂടി സഭയിൽ നമ്മൾ ഇടയ ശുശ്രൂഷ ചെയ്യുമ്പോൾ, പരിപാലന ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം മറ്റുള്ളവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, എൻ്റെ മനോഭാവം എന്താണ്. ഞാൻ എല്ലാ വിശ്വാസികളെയും ഒരുപോലെ, കൂട്ടത്തിലുള്ളതിനെയും കൂട്ടത്തിൽ പുറത്തുള്ളതെയും എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റാറ്റസ് അല്ലാത്ത എല്ലാ വിശ്വാസികളെയും അവരേത് നിലവാരത്തിലുള്ളതായി, സാമ്പത്തികമായി, സാമൂഹികമായി, സാംസ്കാരികമായി ഏത് തലത്തിലുള്ളതാണെങ്കിലും അവരെ ഒരുപോലെ പരിപാലിപ്പിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അത് നഷ്ടപ്പെട്ടതാണ് നമ്മുടെ സഭയിൽ ഈ സന്തോഷങ്ങളൊക്കെ പറയുവാനായിട്ടുള്ള കാരണം. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പല ഡിസ്ക്രിമിനേഷൻ എങ്കിലും അതിനിടയിൽ അന്ന് 100 പേരുള്ളപ്പോൾ 2 പേരാണ് ഡിസ്ക്രിമിനേഷൻ കാണിക്കുക. ഇന്ന് 100 പേരാണെങ്കിൽ 2 പേരാണ് സഹവർത്തിത്വം അല്ലെങ്കിൽ ഈക്വാലിറ്റി കാണുന്നത്. ബാക്കി 98 പേരും ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് കൊണ്ട് എളിയ വിശ്വാസികൾക്ക് സഭയിൽ ചേർന്ന് പോകാൻ പറ്റാത്ത അന്തരീക്ഷം പലയിടത്തും ഉണ്ടാകുന്നു. അങ്ങനെ സംഭവിക്കുന്നത് യോഗ്യമല്ല എന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്. 10-17 വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ഒരാട്ടിൻ കൂട്ടവും ഒരിടയനുമാകും. 2 കൂട്ടം ആടുകളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് 17-ാം വാക്യം ആരംഭിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഒരാട്ടിൻ കൂട്ടം, ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നാക്കും. യഹൂദനെന്നോ യവനനെന്നോ ഭേദമില്ലാതെ 2 പേരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരൊറ്റ ആട്ടിൻകൂട്ടമാക്കി അവയ്ക്ക് ഒരു ഇടയനുമാകും. ഇത്രയും വ്യക്തമായിട്ട് നമ്മുടെ സഭയുടെ രൂപീകരണത്തെ കുറിച്ച് കർത്താവ് എവിടെയാ പറയുന്നത്? അപ്പോൾ ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. യഹൂദന്മാരെ സംബന്ധിച്ച് വിജാതികൾ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പ്രകാരം അവരുമായിട്ട് യാതൊരു സംസർഗവും പാടില്ല, വിവാഹം പാടില്ല, അവരുടെ വെള്ളം കുടിക്കാൻ പാടില്ല, ആഹാരം കഴിക്കാൻ പാടില്ല, ആ ദേശത്ത് കൂടി കടന്നു പോകാൻ പാടില്ല. ഇതാണ് ന്യായപ്രമാണം. എന്നാൽ കർത്താവ് പറയുകയാണ്, അതിന് മാറ്റം വരാനായിട്ട് പോകുകയാണ്. ഇത് 2 ആട്ടിൻകൂട്ടമാണ്, ഒന്ന് യഹൂദന്മാരും ഒന്ന് വിജാതികളും. എന്നാൽ ഈ 2 ആട്ടിൻകൂട്ടത്തെയും ഞാൻ ഒരൊറ്റ കൂട്ടമാക്കി മാറ്റും, അവയ്ക്ക് ഞാൻ ഒരിടയനായിട്ട് മാറും. ഇതൊക്കെ നമുക്ക് നൽകുന്ന ആത്മീയ ഗുണപാഠങ്ങൾ വളരെ വലുതാണ്. അത് ഒത്തിരി ഒന്നും വിശദീകരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ആത്മീയ സത്യം എന്ന് പറഞ്ഞാൽ പ്രായോഗിക ജീവിതത്തിൽ ദൈവസഭയിൽ നമ്മളിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, സുവിശേഷ വേല ചെയ്യുമ്പോൾ, ഉപദേഷ്ടാക്കന്മാരായിരിക്കുമ്പോൾ ദൈവമക്കളെ ഒരുപോലെ കാണുവാൻ, നമുക്ക് ഇടപെടാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ അവരെ ഒരുപോലെ കാണുവാനും സ്നേഹിക്കാൻ ഇടപെടുവാനായിട്ട് പറ്റണം. ഇനി പറ്റിയില്ലെങ്കിലത്തെ കാര്യം പറഞ്ഞ് വിശ്വാസികളെ ഒരുപോലെ കാണുവാൻ, അവരെ ഒരുപോലെ കരുതുവാൻ, അവർക്ക് വേണ്ടി ഒരുപോലെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകത്തില്ല. കാരണം നമ്മളൊക്കെ പാപജടത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഡിസ്ക്രിമിനേഷൻ സ്വാഭാവികമായിട്ടുണ്ടാകും. എന്നാൽ ദൈവാത്മാവിൽ നമ്മൾ അത് രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. അവിടെ 17-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് വരുമ്പോൾ കർത്താവ് അതിന്റെ 4-ാമത്തെ ക്വാളിറ്റി, നല്ല ഇടയന്റെ 4-ാമത്തെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത് പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഇടയൻ. അതിന്റെ 2-ാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ
പിതാവ് പുത്രനെ ഏൽപ്പിച്ച രക്ഷാദൗത്യം അത് വിശ്വസ്തയോടെ കർത്താവ് ചെയ്യുന്നത് കൊണ്ട് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. അതിനുമുമ്പ് സ്നേഹിക്കുന്നില്ലെന്നല്ല ആശയം, അനുസരിക്കുന്നതിന്റെ പ്രത്യേക സ്നേഹത്തെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ വിശ്വസ്തയോടെ കർത്താവിനെ സ്നേഹിച്ചാൽ, അനുസരിച്ചാൽ ദൈവസ്നേഹം നമ്മൾക്കും കൂടുതലായിട്ട് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് ആ വാക്യങ്ങൾ, അത് 21-ാം വാക്യം വരെയുള്ള വാക്യത്തിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. എന്നാൽ ഈ വാക്യം നമ്മൾ വായിച്ചു തീരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എനിക്ക് പ്രാണനെ കൊടുക്കുവാനും തിരികെ എടുക്കാനും അധികാരമുണ്ട്. അത് കർത്താവിന്റെ ദൈവത്വത്തിന്റെ അടയാളമാണ്. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ യഹൂദന്മാർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. അവരുടെ ഇടയിൽ ഭിന്നതയും പ്രയാസമുണ്ട് എന്ന് പറയാൻ, ദൈവവചനം ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ സംഭവിക്കും. ഇത് ആർക്കേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ? ദൈവവചനം ദൈവ മക്കൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി ദൈവമക്കളിൽ തന്നെ ആർക്കാണ് ദൈവവചനം ഉൾക്കൊള്ളാൻ കഴിയുക? ആത്മീകന്മാർക്ക്. ജഡികന്മാർക്ക് ദൈവവചനം വേണ്ടതുപോലെ ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണല്ലോ അവർ ജഡികന്മാരായി പോകുന്നത്. പ്രാകൃതന്മാർക്ക് ഒന്നും പിടികിട്ടത്തില്ല, ജഡികന്മാർക്ക് വേണ്ടതുപോലെ മനസ്സിലാകത്തില്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, 1 Corinthians 2:14. അപ്പോൾ ദൈവമക്കൾക്ക്, രക്ഷിക്കപ്പെട്ടവർക്കാണ് ദൈവത്തിന്റെ കൽപ്പന ഉൾക്കൊള്ളുക. ഇവിടെ പരീശന്മാര് സദൂക്യര് ഇടറിപ്പോവാനായിട്ടുള്ള കാരണം ഇവര് രക്ഷിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഭൂതമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷനായി. ഭൂതം എങ്ങനെയാണ് കുരുടനെ സൗഖ്യമാക്കുന്നത് എന്നൊക്കെ ഒരു കൺഫ്യൂഷനായി. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 22 മുതലുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ ആടുകൾക്ക് കർത്താവ് കൊടുക്കുന്ന സുരക്ഷിതത്വം അല്ലെങ്കിൽ രക്ഷയുടെ ഭദ്രത എന്ന് നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറയാം. ആടുകൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം 10-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈ രക്ഷ ഭദ്രമായിരിക്കുന്നതിനുള്ള 4 പ്രധാന കാര്യങ്ങൾ നമുക്ക് കാണാം. 29-ാം വാക്യത്തിൽ വരുമ്പോൾ, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല, ഞാനും പിതാവ് ഒന്നാകുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് ആദ്യമായിട്ട് പറയുന്ന വിഷയം, പിതാവാണ് അല്ലെങ്കിൽ പിതാവിന്റെ കയ്യിലാണ് വിശ്വാസികൾ, ആടുകൾ സുരക്ഷിതരായിരിക്കുന്നത്. പിതാവ് എല്ലാവരെക്കാട്ടിലും വലിയവനായതുകൊണ്ട് പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയാൻ എൻ്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കുവാൻ ആകത്തില്ല എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഒരു ശരിയായ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കരങ്ങളിൽ നമ്മൾ കർത്താവിന്റെ കരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അപകടം വരുമ്പോൾ നമ്മൾ വിട്ടിട്ട് ഓടിപ്പോകും. എന്നാൽ കർത്താവ് നമ്മളെ കരങ്ങളിൽ വഹിക്കുകയാണ്, നമ്മളെ പിടിച്ചിരിക്കുകയാണ്. അത് രക്ഷയുടെ, ഭദ്രതയുടെ അല്ലെങ്കിൽ ആടുകളുടെ സുരക്ഷിതത്വം. അതുകൊണ്ടാണ് ഒരാട് ബലഹീനമായി പോയാൽ, ഒരു ആട് രോഗം വന്നു പോയാൽ ഈ ഇടയൻ അതിനെ പരിചരിക്കുവാനായിട്ടുള്ള കാരണം പിതാവിന്റെ സന്നിധിയിൽ കൃത്യമായ കണക്ക് കൊടുക്കേണ്ട വ്യക്തിയാണ് ഇടയൻ. മൂപ്പന്മാർക്കൊക്കെ ഈ ബോധ്യം ഉണ്ടാകേണ്ട ആവശ്യം. നമ്മുടെ സഭയിൽ 10 വിശ്വാസികളുണ്ടെങ്കിൽ, 20 വിശ്വാസികളുണ്ടെങ്കിൽ, ഈ 20 വിശ്വാസികളുടെ കണക്ക് ആ സഭയിലെ എല്ലാ മൂപ്പന്മാരോടും കർത്താവ് ചോദിക്കും. എന്തുകൊണ്ട് അവൻ പിന്മാറിപ്പോയി, എന്തുകൊണ്ട് അവൻ ജഡികനായി, എന്തുകൊണ്ട് അവൻ വിശ്വാസം വിട്ടുപോയി, എന്തുകൊണ്ട് അവൻ ആത്മീയമായി മുന്നോട്ട് വന്നില്ല എന്ന് കർത്താവ് കൃത്യമായിട്ട് ചോദിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യെഹെസ്കേൽ പ്രവചനത്തിൽ വായിച്ചു, ഇടയന്മാർ സ്വന്തം ഇഷ്ടപ്രകാരം തന്നിഷ്ടം നടത്തുവാനായിട്ട് ശ്രമിച്ചു. അവർ ആടുകളെ കുറിച്ച് കൺസേൺഡ് ആയിരുന്നില്ല. അങ്ങനെ ആയിരിക്കാനായിട്ട് പാടില്ല. ഇവിടെ കർത്താവ് പറയും, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ പ്രാണനെ കൊടുക്കുന്നു. കൊടുക്കുക മാത്രമല്ല, ആ ആടുകളെ ഞാൻ സുരക്ഷിതമായി എൻ്റെ കയ്യിൽ നിത്യഭദ്രമായി എന്നേക്കുമായി സൂക്ഷിച്ചിരിക്കുന്നു. പിതാവ്, ഒന്നാമത്തെ വിഷയം, പിതാവ് പുത്രനെ ഭരമേൽപ്പിച്ചു എന്നതിനാൽ നമ്മുടെ രക്ഷ ഭദ്രമാണ്. രണ്ടാമത്തെ വിഷയം, അതിന്റെ 28-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുന്നില്ല. അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനാണ് ലഭിക്കുന്നത്, ഓരോ നാളും നശിക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ദാനമാണ്, കൂലിയല്ല. കൂലിയായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അത് ദൈവത്തിന്റെ ദാനമായത്, ഗിഫ്റ്റ് ആയതുകൊണ്ട് ദൈവം അത് നിത്യജീവനെ കൊടുക്കുന്നു. ഇവിടെ യഥാർത്ഥമായ ആടുകളുടെ 3 ചിത്രങ്ങൾ നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് 26-ാം വാക്യത്തിൽ പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കണം, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. അവർ യഹൂദന്മാരാണ്, അബ്രഹാമിന്റെ മക്കളാണ്, പാരമ്പര്യപ്രകാരം യഹൂദന്മാരാണ്, പരിച്ഛേദനയായിട്ടുണ്ട്, ന്യായപ്രമാണം അനുസരിക്കുന്നുണ്ട്, ഉത്സവങ്ങളും യാഗങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്, ക്രമമായിട്ട് പോകുന്നുണ്ട്, ആചാരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയാ, നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ, എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളതല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക്
എന്നെ വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ആടുകളുടെ ഒന്നാമത്തെ പ്രത്യേകത, അപ്പൊ യേശു പറഞ്ഞ ഞാൻ ആടുകൾക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഈ നിത്യജീവൻ പ്രാപിച്ച ആടുകളുടെ ഒന്നാമത്തെ പ്രത്യേകത വിശ്വസിക്കുന്നവരാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവരാണ് ആടുകൾ. 10:26 നിങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത്, എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവർ കൂട്ടത്തിലില്ലാത്തത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന പോയിന്റ്, വിശ്വസിക്കുന്നവരാണ് കർത്താവിന്റെ കൂട്ടത്തിലെ ആടുകൾ. രണ്ടാമത്തെ വിഷയം, ആടുകൾ കേൾക്കുന്നു. കർത്താവ് പറയുന്നത് എന്തെന്ന് കൃത്യമായിട്ട് കേൾക്കുന്നു. 27-ാം വാക്യം, ഞാൻ അവയെ അറിയുകയും 27-ന്റെ ആദ്യ ഭാഗമാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ വായിച്ചതാണ്, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ആവർത്തിച്ച് ഈ വിഷയം കർത്താവ് പറയുന്നുണ്ട്. ഇതിന്റെ പ്രായോഗികത എന്ന് പറഞ്ഞാൽ, ദൈവമക്കൾ ദൈവവചനം വളരെ ശ്രദ്ധയോടെ അത് കർത്താവിന്റെ അരുളപ്പാടാണെന്ന് മനസ്സിലാക്കി കേൾക്കണം. ഒരു ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വിടണമെന്നല്ല, കേട്ട് അനുസരിക്കണം. അപ്പൊ വചനം കേൾക്കുന്നു, അതായത് സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി, നമ്മുടെ ആത്മീകമായിരിക്കുന്ന ആ സെൻസിറ്റീവായിട്ട്, അതൊന്നും അത് അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്യുവാനായിട്ടുള്ള ഒരു കൃപ അല്ലെങ്കിൽ ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവവചനം കേൾക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വിശ്വസിച്ച് ജീവിതത്തിൽ പാലിക്കുവാനായിട്ട് കഴിയും. 28-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, 27-ന്റെ അവസാന ഭാഗം, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആദ്യം വിശ്വസിക്കുന്നു, കേൾക്കുന്നു, അനുഗമിക്കുന്നു. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരായിട്ട് അനുസരണത്തോടെ പിൻപറ്റുക എന്നുള്ളതാണ്. 27-ാം വാക്യത്തിൽ കർത്താവ് ഞാൻ അവയെ അറിയുന്നു. അപ്പോൾ ഈ അറിവ് എന്ന് പറയുന്നത് റിലേഷണൽ നോളജ് ആണ്, ബന്ധുത്വപരമായ അറിവ്. ഇപ്പൊ സനീഷിനെ ഒത്തിരി പേർക്ക് അറിയാം, പക്ഷെ സനീഷിനോട് ഏറ്റവും ബന്ധത്താൽ അറിയുന്ന ഒരു അറിവും പൊതുവേ ഉള്ള ഒരു അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും യേശുവിനെ അറിയാം. യേശുവിനെ നല്ലൊരു മനുഷ്യനായിട്ട് അറിയാം, ഗുരുവായിട്ട് അറിയാം, ദൈവമായിട്ട് അറിയാം, നല്ലൊരു ദേവനായിട്ട് അറിയാം, പല നിലയിൽ യേശുവിനെ അറിയാം. പക്ഷെ യേശുവിനെ കർത്താവായിട്ട്, രക്ഷിതാവായിട്ട്, സ്വന്തം ദൈവമായിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തികളാണ് വിശ്വാസികൾ. ഈ അനുഭവത്തിലേക്ക് നമ്മൾ വേണം. കർത്താവ് എന്നെ അറിയും, ഞാനും അറിയും. അപ്പോൾ ഇതാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവ ഒരു നാളും നശിക്കത്തില്ല. അവിടെ ഒരു നാളും നശിക്കില്ല എന്നുള്ളതിന് ഗ്രീക്കില് ഔ മേ എന്നീ രണ്ട് വാക്കുകളും ചേർത്ത് ഒരേ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നെവർ എവർ ലോസ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരിക്കലും നഷ്ടപ്പെടത്തില്ലെന്നാണ് അതിന്റെ ആശയം. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയുടെ ആത്മരക്ഷ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. പക്ഷെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പരീശന്മാര് ഞങ്ങൾ ദൈവത്തിന്റെ ആളെന്നും പറഞ്ഞ് നടന്നതാണ്. പക്ഷെ അവർ പറയാം നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ല എന്ന് പറഞ്ഞാൽ പാരമ്പര്യം, വിശ്വാസ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, ബൈബിൾ കാണാതെ പ്രസംഗിച്ചത് കൊണ്ട് ഒന്നും രക്ഷയാകുന്നില്ല. രക്ഷയാകുന്നത് എങ്ങനെയാ? കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി ഹൃദയത്തിൽ ബന്ധത്താൽ അറിയുന്നവർക്കാണ്, വ്യക്തിബന്ധത്താൽ അറിയുന്നവർക്കാണ് രക്ഷ അനുഭവിച്ചറിയുവാനായിട്ട് ഇടയാകുന്നത്. നാലാമത്തെ വിഷയം, ആരും പിടിച്ചു പറിക്കില്ല. 10:28, കാരണം ദൈവത്തിന്റെ കരങ്ങളിൽ അവൻ ഭദ്രമാണ്. ഈ 4 വിഷയങ്ങളാണ് അവിടെ ഉള്ളത്. രക്ഷയുടെ ഭദ്രതയിൽ ഈ വേദഭാഗത്ത് 4 വിഷയം നമ്മൾ കാണുന്നു. 1, പിതാവ് പുത്രനെ ഭരമേൽപ്പിച്ച ആടുകളാണ്. 2, യേശു ക്രിസ്തു ആടുകൾക്ക് വേണ്ടി നിത്യജീവൻ ദാനമായി കൊടുക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ് നിത്യജീവൻ, അതുകൊണ്ട് അത് നഷ്ടപ്പെടുന്നില്ല. 3, ഒരു നാടും നശിക്കില്ല എന്നുള്ളത് ദൈവത്തിന്റെ കർത്താവിന്റെ വാഗ്ദത്തമാണ്. 4, ആരും പിടിച്ചു പറിക്കില്ല. പിതാവിന്റെ കയ്യിലാണ്. പുത്രനിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതം പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഭദ്രമായിരിക്കുന്നത്. പിതാവ് എല്ലാവരിലും വലിയവനായതുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാനായിട്ട് ആർക്കും കഴിയില്ല. ഇനി അതിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. 30 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത 30-ാം വാക്യം മുതൽ 42-ാം വാക്യം വരെ, 41 വരെയാണ്, ഇംഗ്ലീഷിൽ വരുമ്പോഴാണ് 42, 30 തൊട്ട് 41 വരെ. ഈ സെക്ഷൻ നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട ആവശ്യകത എന്താണെന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഒത്തിരി വിഷയങ്ങൾ അവിടെ പറഞ്ഞു വരുന്നുണ്ട്. യഹൂദപിതാവിനെ കല്ലെറിയുവാനായിട്ട് കല്ലെടുത്തു എന്നൊക്കെ വായിക്കുന്നത്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് അതിനകത്തുനിന്നുള്ള പോയിന്റ് ഇങ്ങനെ ട്രേസ് ചെയ്താൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാനായിട്ടുള്ള കാരണം,
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇടയ ശുശ്രൂഷയെക്കുറിച്ച്, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ആടുകളെ രക്ഷിക്കുവാനായിട്ട് വന്നു, രക്ഷിച്ച ആടുകളെ ഞാൻ നിത്യമായി സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നിത്യരക്ഷയെക്കുറിച്ചുള്ള വാഗ്ദത്തം കൂടി നമുക്ക് തന്നതിന് ശേഷം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കണമെന്നതാണ് കർത്താവ് വ്യക്തമാക്കുന്ന വിഷയം. 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു. അതായത് യേശു ക്രിസ്തു ദൈവമാണ് എന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്, സകല മനുഷ്യരും ബാധ്യത. അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് വിശ്വസിക്കണം. ആ ദൈവത്വത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ക്ലെയിംസ്, യേശു ക്രിസ്തുവിന്റെ അവകാശം അല്ലെ വാക്കുകൾ നിമിത്തം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. നമ്മൾ അതിനെ ടെസ്റ്റിമണി ഓഫ് ഹിസ് വേർഡ്സ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ അതിന്റെ 24-ാം വാക്യത്തില് കർത്താവിനോട് ഇവരെ യഹൂദന്മാർ ചോദ്യം ചെയ്യിക്കുന്നുണ്ട്, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറയുക. ഇവര് പുറകെ നടക്കുക, ഇവർക്ക് കൺഫ്യൂഷനാണ്, ഇവൻ തന്നെയാണോ വാഗ്ദത്തം? പക്ഷേ കർത്താവ് പറഞ്ഞു ഞാനും പിതാവ് ഒന്നാകുന്നു, പിതാവ് എന്നെ അയച്ചത് ഒന്നും പറഞ്ഞിട്ട് ഇവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഇവിടെ ഇവർ ആവശ്യപ്പെടുകയാണ് സ്പഷ്ടമായിട്ടൊന്ന് പറ. അപ്പൊ അതിനുള്ള സ്പഷ്ടമായി പറയുന്ന മറുപടിയാണ് 30-ാം വാക്യത്തിൽ വായിച്ചത്, ഞാനും പിതാവും ഒന്നാകുന്നു. പിതാവായ ദൈവവുമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തെ കൃത്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുന്നു. അതെങ്ങനെ അവർ മനസ്സിലായി? 33-ാം വാക്യം, ഞാൻ നല്ല പ്രവൃത്തി ചെയ്തിട്ട് നിങ്ങൾ എന്തിനാ എന്നെ ക്രൂശ് കൊല്ലുവാൻ നോക്കുന്നെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുവാൻ നോക്കുന്നു. അപ്പോൾ എത്ര കൃത്യമാണ് അവരുടെ ആർഗ്യുമെന്റ്. കർത്താവ് പറഞ്ഞു ഞാൻ ദൈവപുത്രനാണ്, അവര് പറയണ ഒരു മനുഷ്യനായിരിക്കുന്ന നീ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടാണ് നീ ദൈവദൂഷണം പറയുന്നു, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കുന്നു. രണ്ടും ശരിയാ. പക്ഷെ കർത്താവ് കൃത്യമായിട്ട് പറയാം. എന്നാൽ 34-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് ഒരു ആർഗ്യുമെന്റ് അവിടെ പറയുകയാണ്, മനുഷ്യരിൽ ദൈവത്തിന്റെ ദൂതുമായി വരുന്ന വ്യക്തികളെ ദേവന്മാർ, ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്റർ ഗോഡ്സ് ആണ്, ദേവന്മാർ, ദൈവങ്ങൾ അല്ലെങ്കിൽ ദേവന്മാർ എന്ന് ന്യായപ്രമാണത്തിൽ പറയുന്നു എങ്കിൽ പിതാവ് അയച്ചിരിക്കുന്ന പുത്രനായിരിക്കുന്ന ഞാൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നതിന് നിങ്ങൾ എന്തിന് എതിർക്കണം? കാരണം ന്യായപ്രമാണം ദൈവദൂതുമായി വരുന്നവനെ ദേവന്മാർ എന്ന് വിളിക്കുവാൻ അനുവദിക്കുന്നുവെങ്കിൽ ദൈവപുത്രനായി വന്ന എന്നെ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? കർത്താവിന്റെ ആർഗ്യുമെന്റ് വളരെ കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് ട്രേസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയാം, യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അവകാശം, ഞാൻ ദൈവമാണ് എന്ന യേശു ക്രിസ്തുവിന്റെ അവകാശവാദം നിമിത്തം യേശുവിനെ വിശ്വസിക്കണം. രണ്ടാമത്തെ വിഷയം, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ നിമിത്തം യേശുവിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ യേശു ക്രിസ്തുവിനെ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നു. ടെസ്റ്റിമണി ഓഫ് ഹിസ് വർക്ക്സ്, ആദ്യത്തേത് ടെസ്റ്റിമണി ഓഫ് ഹിസ് വേർഡ്സ്, രണ്ടാമത്തേത് ടെസ്റ്റിമണി ഓഫ് ഹിസ് വർക്ക്സ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇനി അതിന്റെ 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, കർത്താവ് അവിടെ നിന്ന് പ്രവൃത്തിയിൽ വിശ്വസിക്കാനൊക്കെ പറഞ്ഞു, അവരവനെ പിടിക്കുവാനായിട്ട് നോക്കി, കർത്താവ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി. പിന്നെ കർത്താവ് വീണ്ടും യോർദാനിൽ കർത്താവിനെ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയ സ്ഥലത്തേക്ക് തിരികെ ചെന്നു. അവിടെ ചെന്നിട്ട് കർത്താവ് അടയാളം ഒന്നും ചെയ്തില്ല. 41-ാം വാക്യം, പലരും അവന്റെ അടുക്കൽ വന്നു, യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ പലരും അവനിൽ വിശ്വസിച്ചു. ഇത് വളരെ ഗൗരവമായിരിക്കുന്ന ഒരു ചിത്രമാണ് യോഹന്നാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ കർത്താവിന്റെ 39-ാം വാക്യം വരെ ഒരു വിഷയം പറഞ്ഞു വന്നിട്ട് അതിന്റെ കൺക്ലൂഷൻ യോഹന്നാൻ പറയുകയാണ്, അവൻ യോർദാനിലേക്ക് ചെന്നു, അവിടെ കർത്താവ് പ്രത്യേക അടയാളം ചെയ്തില്ല, യോഹന്നാനും അടയാളം ഒന്നും ചെയ്തില്ല. എന്നാൽ നമുക്കറിയാം ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ ജീവനോടെ ഇരിപ്പില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവ് തിരികെ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞതൊക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞ് അനേകർ അവനിൽ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ലളിതമായ ആശയം, നമ്മൾ നമ്മുടെ ജീവകാലത്ത് ആത്മാർത്ഥമായി സുവിശേഷത്തിന് വേണ്ടി ഒരു വാക്ക് ആത്മാർത്ഥമായി സാക്ഷ്യം പറഞ്ഞാൽ അന്ന് ഒരു പക്ഷെ അതിന്റെ ഫലം കാണുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഫലങ്ങളെ കാണുവാനായിട്ട് ഇടയും. യോഹന്നാൻ സ്നാപകന്റെ പ്രവർത്തനത്തിന്റെ ഫലം, ആ ടെസ്റ്റിമണി,
യോഹന്നാൻ വഹിച്ച ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് സാക്ഷ്യം എന്താ? ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടാണ് തങ്ങളുടെ അടുക്കൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് അവര് മനസ്സിലാക്കിയത് യോഹന്നാന്റെ സാക്ഷ്യ നിമിത്തമാണ്. എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്കായിട്ട് വിതയ്ക്കപ്പെടുന്ന സുവിശേഷം അപ്പോൾ തന്നെ ഫലമണിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ അവിടുന്ന് വിതച്ച് മടുത്തൊക്കെ പോയി മറ്റൊരു ദേവദാസൻ വരുമ്പോഴായിരിക്കും ഈ സാക്ഷ്യം കേട്ട് ഒരിക്കൽ കൂടി ഒരു വിചിന്തനം ദൈവാത്മാവിനാൽ ഉള്ളിൽ ഉണ്ടായിട്ട് അനേകർ അവിടെ ചേർന്ന് വരുവാനായിട്ട് ഇടയാകുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്താതെ നമ്മൾ കർത്താവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും സാക്ഷ്യം പറയുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി പറയാൻ പറ്റത്തില്ലെങ്കിൽ ഒരു ട്രാക്റ്റ് എങ്കിലും കൊടുക്കുവാനായിട്ട് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ശ്രദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? സ്വർഗത്തിൽ നാം ചെല്ലുമ്പോൾ നിലനിൽക്കുന്ന ഫലങ്ങളെ കാണുവാനായിട്ട് ഇവിടെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ വലിയ പ്രസംഗകരായിരിക്കത്തില്ല, വലിയ വാക്ചാതുര്യമുള്ളവരായിരിക്കത്തില്ല, പ്രാർത്ഥനാ വീരന്മാരായിരിക്കത്തില്ല, ഒരു വളരെ സാധു വിശ്വാസിയായിരിക്കാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. യോഹന്നാൻ ഒരു തീപ്പൊരി പ്രസംഗകനായിരുന്നു. ഒരൊറ്റ പ്രസംഗം കൊണ്ട് തല പോയി. അതാണ് യോഹന്നാന്റെ പ്രത്യേകത. പക്ഷെ ആ തല പോയത് നിമിത്തം അവരെന്താ മനസ്സിലായി? അന്ന് യോഹന്നാൻ പറഞ്ഞ യേശു അതിവൻ തന്നെ എന്ന് പറഞ്ഞ് യേശുവിൽ വിശ്വസിച്ചു. അതാണ് സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം നമുക്ക് നൽകുന്ന ഗുണപാഠം എന്ന് പറയുന്നത് വിശ്വാസികളെ കരുതുവാൻ, പരിപാലിക്കുവാൻ, സ്നേഹിക്കുവാൻ, ആത്മീകമായി അവരെ വളർത്തുവാനായിട്ടാണ് ദൈവം നമ്മളെ സഭയിൽ ശുശ്രൂഷകന്മാരാക്കി വെച്ചിരിക്കുന്നത്. അത് ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം. വിശ്വാസികളെ പരസ്പരം കരുതുവാനും സ്നേഹിക്കുവാനുമായിട്ട് ദൈവം സ്ഥലം സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ യഹൂദന്മാർ മാത്രമല്ല, മറ്റൊരു കൂട്ടത്തിലുള്ള ആടുകൾ, അത് കർത്താവിന്റെ ആടുകൾ തന്നെയാണ്. എന്നാൽ ഇത് രണ്ടിനോട് ചേർത്ത് കർത്താവ് ഒരു കൂട്ടമാക്കി മാറ്റിയിരിക്കുകയാണ്. അതാണ് കർത്താവിന്റെ സഭ. ആ സഭയിലാണ് വിവിധ ജാതിയിലും ഗോത്രത്തിലും ഭാഷയിലും വിവിധ രാജ്യങ്ങളിലും ഒക്കെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് ഈ ഒരു കൂട്ടമായിരിക്കുന്ന സഭയിലാണ്. അവിടെ ആയിരിക്കുമ്പോൾ നമ്മളെ ഭരിക്കേണ്ട വിഷയം ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എന്താ? ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആഴമായ ബന്ധത്താലുള്ള ഒരു ഇടയ ആട് ബന്ധം. ഇടയനെ നമുക്കറിയണം, ഇടയന് ആടുകളെ അറിയാം. നമ്മളെ കർത്താവ് പേരായി അറിയുന്നുണ്ട്, പക്ഷെ നമ്മുടെ കർത്താവിനെ നമ്മൾ അറിയുന്നുണ്ടോ? ആ അറിവല്ല, തലച്ചോറിൽ നിന്നുള്ള അറിവല്ല, ഹൃദ്യമായ ഒരു അറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ കർത്താവിന് പ്രസാദകരമായി തീരണമെങ്കിൽ ഈ ഹൃദ്യമായ ബന്ധമുണ്ട്. ഇത് വ്യക്തിപരമാണ്. സഭയിൽ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടുന്നതല്ല. സഭയിൽ ചെന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അത് നടക്കില്ല. കാരണം പല സ്വഭാവമുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കർത്താവുമായിട്ട് ആ ഹൃദ്യമായ ബന്ധത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവസഭയിൽ കർത്താവിന്റെ അതാണ് ആത്മാവ് ഒന്ന്, പ്രത്യാശ ഒന്ന്. എഫെസ്യ ലേഖനം 4:2 വായിക്കുമ്പോൾ സഭയിലെ ഏകീഭാവത്തെ പറയുമ്പോൾ രക്ഷിതാവ് ഒന്ന്, ദൈവമൊന്ന്, പ്രത്യാശയൊന്ന്, കർത്താവ് ഒരുവൻ എന്ന് പറഞ്ഞ് ഏകത്വത്തിന്റെ ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ആളത്വങ്ങൾ ഏകദൈവമായി നിൽക്കുന്നത് പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളും ഞാനും പിതാവും ഒന്നാകുന്നു എന്നതുപോലെ തന്നെ കർത്താവിൽ ഒന്നായിത്തീരുന്ന ഒരു അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ബോധ്യം നമുക്കുണ്ടാകണം. അത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. എന്നാൽ എന്താണ് പ്രശ്നം? ഹൃദയം കഠിനപ്പെട്ടവർക്ക് ഈ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആസ്വദിക്കുവാനായിട്ട് കഴിയില്ല. അത് വിശ്വാസികളുടെ പ്രശ്നമാണ്. ഈ പരീക്ഷന്മാർക്ക് അവർ യഹൂദന്മാരാണ്. ന്യായപ്രമാണം ലഭിച്ചു, വാഗ്ദത്തം ലഭിച്ചു, വാഗ്ദത്ത പ്രകാരം മശീഹ അവരിൽ വന്നു. പൗലോസ് പറയുന്ന പോലെ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റതെല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരുന്നത് കൊണ്ട് അവർക്കിത് പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ ഹൃദയത്തിൽ കാഠിന്യം ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് കർത്താവെ, എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി പരമേൽപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവം തരണം എന്നെ പൂർണ്ണമായി. അങ്ങയുടെ ആ ഹൃദ്യമായ ഒരു ബന്ധം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് എന്നെ സഹായിക്കണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ പറയുന്നുവെങ്കിൽ കർത്താവിന്റെ ആ കൂട്ടായ്മ ബന്ധം നമുക്ക് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ നമ്മൾ വായിക്കുന്നുണ്ട്. ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. അതാണ് ഇടയനും ആടും തമ്മിലുള്ള ബന്ധം. ഹൃദയകാഠിന്യം, ആ സത്യം, ആ ബന്ധം ആസ്വദിക്കുന്നതിൽ നിന്ന് നമ്മളെ പിൻവലിക്കുന്നു. അതിന് ദൈവകൃപ ആവശ്യമാണ്. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു വിഷയമല്ല. ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. പുതിയ വർഷത്തിൽ ഈ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണ്. എന്നാൽ കർത്താവുമായിട്ട് നമ്മുടെ ഇന്റിമസി, കർത്താവെ നിന്റെ കയ്യിലെ ഇണങ്ങിയ ഒരാടായി, ഏറ്റവും അനുസരണയുള്ള ആടായി, നിന്റെ വാക്ക് കേട്ട് നിന്നെ അതുപോലെ പിൻപറ്റുന്ന ഒരാടായി
ജീവിക്കുവാനായിട്ട് ഈ പുതുവർഷത്തിൽ എന്നെ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് ചുവടുകൾ വയ്ക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.